മെക്കാനിക് പരമായിട്ട് മെക്കാനിക്കല് ഫുള്ളാണ്. എ സി ഒക്കെ ഊട്ടിക്ക് പോയ മാതിരി പെരുന്തണുപ്പ തന്നെ നല്ല തണുപ്പ്, നല്ല തണുപ്പുള്ള എ സി. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, നല്ല കണ്ടീഷനോട് കൂടിയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, എത്രയായത് ആസ്ക്? ഇത് നമുക്ക് 56 റുപ്യക്കാണ് കൊടുക്കാം. വെറും 56,000 രൂപക്ക് ഒരു ആൾട്ടോ കാർ, അതും നല്ല ക്വാളിറ്റിയോടെ ഉള്ള വണ്ടിയാണ് കേട്ടോ. 4 മോഡൽ, പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 26 വരെ പേപ്പർ ഉണ്ട് തന്നെ. വണ്ടി എന്ത് കണ്ടീഷൻ കാര്യങ്ങൾ? കണ്ടീഷനൊക്കെ ഫുള്ളാണ്. മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് കാർപ്പറേറ്റർ ഇഞ്ചൻ വരുന്ന വണ്ടിയാണ്. എ സി ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, എ സി ഇല്ല. ഓക്കെ, എത്ര ചോദിക്കണേ? ഇതിന് നമ്മൾ 38 രൂപ 38 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. ഓക്കെ, ചോദിക്കണേ? ഇതിന് നമ്മൾ 2,20 ചോദിക്കുന്നുണ്ട്. 2,20 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. എന്തെങ്കിലും കുറച്ചും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ പൈസക്ക് വണ്ടികൾ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഏകദേശം 38,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ജബ്ബാർ ഭായ് ആണ്. ജബ്ബാർ ഭായ് എന്തൊക്കെ? ഓക്കെ, ഇവിടെ മോഡൽ കൂടിയ വണ്ടികളുണ്ട്, മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട്. മാക്സിമം എത്ര? നമ്മളത് ഇവിടെ ഒരു 30 വണ്ടിയോളം നമുക്ക് ഇവിടെ സ്റ്റോക്കിലുണ്ട്. 30 വണ്ടിയുണ്ട്. ഒക്കെ ജനപ്രിയ വണ്ടികളാണ്. നല്ല വണ്ടികളാണ്. ആൾട്ടോ കാർ, പിന്നെ ആൾട്ടോ 800, വാഗണർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈർ ഉണ്ട്, വാഗണർ ഉണ്ട്. എല്ലാം ജനപ്രിയ വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ജബ്ബാർ ഭായ്, ഒരു പ്രേക്ഷകർക്ക് ഇവിടെ എങ്ങനെ എത്തിച്ചേരാം ഈ അഡ്രസ്? ഇത് നമ്മൾ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ മേലാണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ കോഴിക്കോട്ട് നിന്ന് വരികയാണെങ്കിൽ തലപ്പാറ കഴിഞ്ഞ് വി കെ പടി എന്ന സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അത് കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ, തൃശ്ശൂർ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ കൊളപ്പുറം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഷോറൂം വി കെ പടി എന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങള്, വണ്ടിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ലൊക്കേഷന് വേണമെങ്കിൽ വാട്സപ്പ് വഴി അയച്ചു തരും. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ആൾട്ടോ കാറിൽ തുടങ്ങാം അല്ല. മോഡൽ എത്രയാണ്? ഇത് 2011 മോഡലാണ്. LXi. ഓക്കെ, എ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ, വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏതൊരാൾക്കും കണ്ണി ചിമ്മിയിട്ട് എടുക്കാൻ പറ്റിയ സാധാരണക്കാരന് പറ്റിയ ഒരു വണ്ടിയാണ്. നല്ല വണ്ടിയല്ല. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഒരു 2011 വണ്ടി ആരും പറയില്ല. വണ്ടി കാണാൻ കുറച്ച് ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട്. പിന്നെ ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 1.35. 2011 മോഡല് ആൾട്ടോ കാർ, എ സിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. 1.35 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി തരും കേട്ടോ. ചെറിയ പൈസന്റെ വണ്ടികളില്ല, അത്രയും ഉണ്ടാവും, ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. അടുത്ത നമുക്ക് ആൾട്ടോ 800 പോവാം. ആൾട്ടോ 800 LXi ആണത്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ എ സി പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. വണ്ടി ഇത് എത്ര മോഡലാണ്? ഇത് 2015 മോഡല്. 15 മോഡല്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്, മൂന്നാമത്തെ ഓണർ അല്ല. വണ്ടി എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ട് പരിക്കൊന്നുമില്ല, ഒരു സാധനം മാറിയില്ല കേട്ടോ. ഒരു സാധനം മാറിയില്ല, പക്ക ജെന്യൂൻ വണ്ടിയാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടയർ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. വണ്ടിക്ക് യാതൊരു കംപ്ലൈന്റ് കാര്യങ്ങൾ ഫോൾട്ട് ഒന്നുമില്ല. മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാ ഓടാം. എത്ര ചോദ്യം? ഇത് ഓഫർ പ്രൈസ് ആണ്. 2,20,000 രൂപ. 2,20,000 കൊടുക്കും. 2015 മോഡൽ 16 റേസ് ഉണ്ട്. 2015 മോഡലിൽ 16 റേസ് ഉണ്ട് കേട്ടോ. ചോദ്യം 2,20,000. എന്തെങ്കിലും കുറയൂലേ? ഏറ്റവും കുറച്ച് പറയുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വീഡിയോ കണ്ട് വരുന്നവർക്ക് എന്താ വെച്ചാല് ഫോൺ വിളിച്ചാല് കുറക്കണ കാര്യം പറയും. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്യാ. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്തു തരും. അടുത്ത നമുക്ക് ഇവിടെ ഒരു വാഗണർ നോക്കാം. ഇത് എത്ര മോഡലാണ്? ഇത് 2016 മോഡലാ. 16 മോഡൽ LXi ആണ് ഓപ്ഷൻ. LXi ഓപ്ഷൻ. ഓക്കെ, എ സി VXi ആണ്. ഓക്കെ, എ സി പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. 2016 മോഡൽ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓഹോ, നല്ല ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഗ്രേ കളർ. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് പെരുക്ക് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട്. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്.
ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് നമ്മള് 365 ചോദിക്കുന്നുണ്ട്. 365 ചോദിക്കുന്നുണ്ട്. 2016 മോഡല് VXI വണ്ടിയാണ് കേട്ടോ. 365 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ഇത് മാനുവൽ അല്ല വണ്ടി? മാനുവൽ. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിയോളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഒരു വാഗനർ സ്റ്റിംഗ്ര നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2013 മോഡൽ. 2013. ഓപ്ഷൻ വരുന്നത് VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. വണ്ടി എന്തുപാട് റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധനം മാറിയില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും വണ്ടി ക്വാളിറ്റിയാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കണം നല്ല വൃത്തിയുണ്ട്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കട്ടുള്ള ടയർ ഉണ്ട്. പിന്നെ ഓണർഷിപ്പ് ഒക്കെ എത്ര? 3rd ഓണർഷിപ്പ്. 3ാമത്തെ ഓണർ കയറിക്കണല്ലേ. 2013 വണ്ടിയല്ലേ, 3 ഓണർ ആയിട്ടുണ്ടാവും. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് 2,75,000 റുപ്യ. 2,75 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വില കട്ട് ചെയ്ത് കുറയോ? ചെറുതായിട്ട് എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ, 2,75 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല. ഇവിടെ നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ ഫുൾ ഓപ്ഷൻ വണ്ടി, ഡീസലാണ്. ഡീസൽ. ഓക്കെ, ഓപ്ഷൻ തന്നെ ZDI. ഓക്കെ, എത്ര മോഡലാ? ഇത് 2012 മോഡൽ. 2012 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് ഓട്ടം 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. 1.5. വൈഡ് ആണല്ലേ ഓട്ടം? വണ്ടി എന്തുപാട് ക്വാളിറ്റി ആണോ? വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി ആണ് തന്നെ. ഓക്കെ, ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 100% വിശ്വാസത്തിൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്രയ്ക്ക് പക്ക മൂപ്പര് പറയുന്നുണ്ട്. തട്ടുമുട്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. മേജർ റീപ്ലേസുകളൊന്നുമില്ല. കട്ടയുള്ള ടയർ ഉണ്ട്. എത്രയാണ് ഇനി ചോദിക്കുന്നത്? ഇതിന് നമ്മള് 3,25,000 റുപ്യ. 3,25 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ, മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാം. ഓക്കെ, മാക്സിമം ഇതിനൊക്കെ ലോൺ കിട്ടും. ഇതിന് ലോണൊക്കെ മാക്സിമം ഇട്ട് കൊടുക്കും. 2.5 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഇത്യോസ് 2 കളറിൽ വരുന്ന ഒരു മാർക്കറ്റിൽ ഒരു കിട്ടാത്തൊരു പീസാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് RC ഇൻക്ലൂഡ് ആണല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ഇൻക്ലൂഡ് അല്ല. കമ്പനി ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, എത്ര മോഡൽ ഇത്? ഇത് 2019 മോഡൽ. 2019 മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. VXI ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഡീസലാണ്. അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടും കേട്ടോ ഈ വണ്ടിയിൽ. മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാൻ ഇല്ലല്ലോ. 2019 വണ്ടിയല്ലേ. പിന്നെ ഇത് മെയിന്റനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള വണ്ടിയാണ് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഇതിന് ആസ്ക് നമ്മളിത് ഒരു ഓഫർ പ്രൈസിനാണ് ഇപ്പൊ നമ്മളിത് കൊടുക്കേണ്ടത്. ഓഫർ പ്രൈസിന് കൊടുക്കും. 19 വണ്ടി നമുക്ക് ഇത് 7,000 റുപ്യ കൊടുക്കാൻ പറ്റും. 7,000. 2019 മോഡല്. ഓപ്ഷൻ വരുന്നത് VXD ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഇതിന് ചോദിക്കുന്നത് 750 ചോദിക്കുന്നത്. വില കുറയോ? പിന്നെ കുറച്ച് കൊടുക്കാനല്ല, ഓഫർ പ്രൈസ് ആണ്. 7,000 റുപ്യക്ക് മൂപ്പര് തരാന്ന് പറയുന്നുണ്ട്. ഇത് മേജർ എന്തെങ്കിലും ആക്സിഡന്റ്, മേജർ റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒരു സാധനം മാറില്ല. 750 ചേരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ. ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആൾട്ടോ കാർ. ഇത് എത്ര മോഡൽ? ഇത് 2005 മോഡൽ. 2005 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ? പേപ്പറൊക്കെ ഫുള്ളാണ്. മെക്കാനിക് പരമായിട്ട് ഫുള്ളാണ്. AC ഒക്കെ ഊട്ടിക്ക് പോയ മാതിരി തന്നെ. നല്ല തണുപ്പുള്ള AC. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. നല്ല കണ്ടീഷനോട് കൂടിയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, എത്ര ആസ്ക്? ഇത് നമുക്ക് 56 റുപ്യക്കാണ് കൊടുക്കാം. വെറും 56,000 രൂപക്ക് ഒരു ആൾട്ടോ കാർ. അതും നല്ല ക്വാളിറ്റിയോടെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. ഇവിടെ നമുക്ക് ഒരു ഡസ്റ്റർ നോക്കാം അല്ലെ? റിനോൾട്ട് ഡസ്റ്റർ. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2017 മോഡൽ, 18 4 മാസം വണ്ടിയാണ്. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പില് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടി. ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. 85 ഏറ്റവും ടോപ്പ്. ഡയമണ്ട് കട്ട് അലോയ്സ്, മറ്റേ ബാക്ക് വൈഫ് ഫുൾ ഓപ്ഷൻ അല്ല, ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഇത് നിങ്ങൾ എത്ര ആസ്ക്? ഇത് നമ്മൾ 6,000 റുപ്യ. 6,000 രൂപ കൊടുക്കും. മാക്സിമം ലോൺ കിട്ടും. 2017 മോഡൽ 18 റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. പിന്നെ കിലോമീറ്റർ ആകെ 70,000 കിലോമീറ്റർ ഓടിക്കും. ഓക്കെ, വണ്ടി ക്വാളിറ്റിയാണ്. തട്ടുമുട്ട് വരക്കൊന്നുമില്ല. ഇവിടെ നമുക്ക് നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. എന്താ ചെയ്യലല്ലേ കളർ, നേവി കളറിൽ വരുന്ന ഒരു വണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇത് പെട്രോളാ ഡീസലാണ്? പെട്രോൾ. എത്ര മോഡലാണ്? ഇത് 2022 അല്ലേ? ഓപ്ഷൻ ഏതാ? ഇത് ZXI ആണ് ഓപ്ഷൻ. പിന്നെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ട്. സ്കേർട്ടിങ്, അതുപോലെ തന്നെ മറ്റേ ഇത് അലോയ്സില് ഡയമണ്ട് കട്ട് അല്ല, എന്താണ് ഡയമണ്ട് കട്ട് അലോയ്സ്. ഉള്ളില് നല്ല ലെതറിന്റെ ബക്കറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ സ്പോയിലറൊക്കെ കമ്പനി വരുന്നതല്ലേ? ഓക്കെ, വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ.
ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 35,000 കിലോമീറ്റർ. വെറും 35,000 കിലോമീറ്റർ ഓടിയ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനി, ഫുള്ള് വാറന്റി, സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 770 ചോദിക്കുന്നത്. 770. 2022 മോഡല് ZXi ആണ്. ആകെ 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിക്ക് ചോദിക്കുന്നത് 770 ആണ്. മാക്സിമം 10-50 ഉറുപ്പ് ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ഒരു 50 മതി. 50-60 ഒക്കെ ഉണ്ടെങ്കിൽ വില നിങ്ങൾ കുറച്ച് കൊടുക്കൂലേ? വില കുറച്ച് കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഫോർച്യൂണർ. ഇത് റിയ കേരള, ഇത് റീവണ്ടി. റീ വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ? 2010 മോഡലാണ്. 2010 ആണ്. 4x4 ആണ്. 4x4. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ് പറയായോ? പറയാൻ കഴിയൂല, നോക്കേണ്ടി വരും. ഓക്കെ, വണ്ടി ഫേസ് ലിസ്റ്റ് ചെയ്ത വണ്ടിയാ. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഈ മേജർ തട്ടുമുട്ട് പേർക്ക് കാര്യങ്ങളൊന്നുമില്ല അല്ല. ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റും. എത്ര ചോദ്യം? ഇതിന് നമ്മള് മറ്റേ 9 ഉറുപ്പ് വെച്ചിട്ടുണ്ട്. 9 ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. 2010 4x4 മാനുവൽ വണ്ടിക്ക് ചോദിക്കുന്നത്. ഇത് 2012 സൈസുള്ള മോഡൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മെക്കാനിക് പരമായിട്ട് യാതൊന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്കൊരു വാഗനർ പുതിയ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ഇത് മോഡൽ എത്രയാണ്? ഇത് 2019 മോഡല് 1.2 ZXi പ്ലസ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ഓക്കെ, വണ്ടി 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28 ഓടിയിട്ടുള്ളൂ. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ 28 ആണ് ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി, ഒരു സാധനം ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി ആണ്. ഉള്ളും പൊട്ടൊക്കെ നോക്കണം, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് ഈ കോഫി കളർ അല്ല വണ്ടി? കോഫി കളർ. ഓക്കെ, ഇത് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 5,10,000. 5,10 ചോദിക്കുന്നുണ്ട്. 2010 മോഡല് 1.2. 19 മോഡല് 2019 മോഡല് 1.2 cc വരുന്ന വണ്ടി. ആകെ 28 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇനി ചോദിച്ചത് 5,10 ആണ് ചോദിച്ചത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം 10-50 ഉറുപ്പ് ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ഇവിടെ വീണ്ടും നമുക്കൊരു വാഗനർ തന്നെ നോക്കാം. ഒരു വൈറ്റ് കളർ വരുന്നത്. ഇത് എത്ര മോഡലാണ്? ഇത് 2019 1.2 തന്നെ VXi ഓപ്ഷൻ. VXi ആണ് ഓപ്ഷൻ വരുന്നത്. അത് ടോപ്പ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇത് VXi ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ക്ലച്ചൊക്കെ പുതിയത് മാറ്റിയാണ്. വണ്ടി ക്വാളിറ്റിയാണ്. വണ്ടി ക്വാളിറ്റിയാണ്. മെക്കാനിക്കലും ഒരു പണിയില്ല, എടുക്കാൻ ഒരു പണിയില്ല, ഒന്നും ചെയ്യാനില്ല. എണ്ണടിച്ചാൽ ഓടാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളും പൊട്ടൊക്കെ നോക്കാൻ അങ്ങനെയുള്ള വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടകൾ ടയർ ഉണ്ട്. ഇത് മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ വണ്ടി. എത്ര ചോദ്യം? ഇത് നമ്മൾ 4,60 ചോദിക്കണ്ടേ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, വില കുറച്ച് തരും കേട്ടോ. മാക്സിമം ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ സ്വിഫ്റ്റ് ഡിസയർ നോക്കാം. ഡിസയർ ഹൈ ക്ലാസ് വണ്ടി 2010 മോഡൽ. 2010 മോഡല് ഡീസലാണ്. ഡീസൽ വണ്ടി VDI ഓപ്ഷൻ എന്ന VDI ആണ്. എന്തെങ്കിലും മാറിക്കണം? ഇല്ല, മാറ്റം പിടിച്ചൊന്നുമില്ല. ഒരു സാധനം മാറി. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,10,10 ഓടിയിട്ടുള്ളൂ. 1.10 ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല മെക്കാനിക്കൽ ഫുള്ള് 4 ടയറും പുതിയ ടയർ. നല്ല കണ്ടീഷനുള്ള വണ്ടി കേട്ടോ. ഒരു പണി ചെയ്യാനില്ല, എടുത്തു കൊണ്ടുപോയാ ഓടാ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 1,95,000. 1.95. ഓക്കെ, എന്നും കുറയോ? എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് തരും കേട്ടോ. 2010 ഡീസൽ വണ്ടിയാണ്. VDI ആണ്. 1.95 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും. ഡിസൈർ ആണ്. സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2020-21 വണ്ടി. 20 മോഡൽ 21 റൈസൺ ആയിട്ടുള്ള പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി VXi ആണ് ഓപ്ഷൻ. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ വരുന്നുണ്ട്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 50,000 കിലോമീറ്റർ. 50 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50 ഓടിയിട്ടുള്ളൂ. കാര്യങ്ങളൊന്നുമില്ല, ഒരു റീപ്ലേസ് ഇല്ല, ഒരു സാധനം മാറിയില്ല. പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ഓഫർ പ്രൈസിൽ നമുക്ക് 6,10 കൊടുക്കാം. 6,10 കൊടുക്കാം. 2020 മോഡൽ 21 റൈസൺ ആയിട്ടുള്ള ആകെ ഓട്ടം കുറവാണ്. ഫുൾ കമ്പനി സർവീസ്. 4 ടയർ പുതിയത്. അതെ, കാണാൻ തന്നെ നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ്. 6,10 ലാസ്റ്റ് കൊടുക്കും. 6,10 അതിന് താഴത്ത് പോവോ? അതിന് താഴത്ത് പാർട്ടിയോട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരട്ടെ, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരും. ഇവിടെ നമുക്ക് ആൾട്ടോ 800 നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2013-14 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ. ഇത് നമുക്ക് 1.95 കൊടുക്കാം. 1.95 കൊടുക്കാം. ഓപ്ഷൻ തന്നെ LXi ആണ്. അല്ല, VXi ആണ് തന്നെ. ഓക്കെ, അതായത് VXiയും LXi ആയിട്ട് കമ്പനിയിൽ നിന്ന് വരുമ്പോ തന്നെ വില വ്യത്യാസം. അപ്പൊ ഒരു വ്യത്യാസം ഇവിടെ കാണും. എത്ര ചോദിച്ചത്? 1.95 ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത് മേജർ തട്ടുമുട്ട് ഒരു റീപ്ലേസും ഇല്ല, ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. ഇവിടെ നമുക്ക് ഒരു ഹോണ്ട അമേസ്. ഇത് ഡീസലാണ് വണ്ടി. SMT മാക്സിമം 10-25 മേലെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡീസലാണ്. ഇത് മോഡൽ എങ്ങനെയാണ്? 2013 മോഡല്. ഓക്കെ, ഇത് തേർഡ് ഓണർഷിപ്പിലുള്ള
1,40,000 കിലോമീറ്റർ. 1,40 ഓടിയിട്ടുണ്ട്. വണ്ടി എന്തെങ്കിലും മേജർ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അല്ല. എത്ര ഓട്ടം പറഞ്ഞ? ഇതിന് 1,40 ഓടിയിട്ടുള്ളത്. 1,40 അല്ലേ, കുറച്ച് വൈഡ് ആണല്ലോ. ഓക്കെ, വണ്ടി വൈഡ് ആണെങ്കിൽ വണ്ടി ക്വാളിറ്റിയാണ്. ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി. ടയറുകളൊക്കെ പുതിയ ടയറുകൾ, പുത്തൻ ടയർ ഉണ്ട്. കടമുത്തൻ 4 ടയർ ഉണ്ട്. 4 കടമുത്തനാണ്. 4 കടമുത്തൻ ടയറുകൾ. ഓക്കെ. എത്ര ചോദ്യം? ഇതിന് നമ്മള് 3,30. 3,30. എത്ര മോഡൽ ഇതാണ്? 2013 2013 ഒറിജിനൽ കേരള വണ്ടി. 3,30 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഇതിന് LCD കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം, ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇരിക്കണം, അലോയ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ആവശ്യം കണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. ഇത് ഡീസൽ ഡീസൽ വണ്ടിയാണ്. 2013 മോഡൽ. 2013 ആണ് മോഡൽ. എത്ര ഓട്ടം ഉണ്ട്? ഇത് 1,30 ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ആയ വണ്ടി തന്നെ. വണ്ടി എന്താ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളില് നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഉണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സാധനം മാറിയിട്ടില്ല. മെക്കാനിക് പരമായിട്ട് ആദ്യം ചെയ്യാനൊന്നും നല്ല വണ്ടിയാണ്. എത്ര ഓട്ടം? ഇതിന് 1,30,000 കിലോമീറ്റർ ഓട്ടം. 1,30 ഓടിയിട്ടുണ്ടല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കമ്പനി സർവീസ് അല്ല, പുറത്തെ സർവീസ് ആണല്ലേ? ഓക്കെ. എത്ര ചോദിക്കണേ? ഇതിന് നമ്മള് 3,60 ചോദിക്കുന്നുണ്ട്. വില കുറയൂലേ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. ഇവിടെ നമുക്ക് ഒരു ഡൽഹി റൈസൻ ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് നോക്കാം. നമ്പർ നിലവിൽ ആയിട്ടില്ല. NOC മറ്റേ ആയി തുടങ്ങിക്കോ. അതെ, ഹോണ്ടന്റെ അമേസ് ആണ്. ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. മോഡൽ എത്ര? 2015. ഓക്കെ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. ഇത് വണ്ടി മേജർ തട്ടുമുട്ട് വർക്ക് ഒന്നുമില്ല അല്ല. ഇത് നമ്പർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് നമുക്ക് 5 രൂപ കൊടുക്കല. നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമ്പർ ആക്കാതെ കൊടുക്കും. നമ്പർ ആക്കാൻ നമ്മൾ 5 രൂപ ചോദിച്ചിട്ട് വിത്ത് NOC ആണെങ്കിൽ നമുക്ക് കൊടുക്കല. ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ 20-22 മൈലേജ് കിട്ടും. ഡീസൽ വണ്ടി ആയതുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കേട്ടോ. ഓക്കെ. അടുത്ത നമുക്ക് ഇത് ഫോർഡ് ആസ്പിയർ പെട്രോൾ. ഓക്കെ, ഫോർഡിന്റെ ആസ്പിയർ പെട്രോൾ വണ്ടിയാണ്. ഇത് മോഡൽ എങ്ങനെയാണ്? ഇത് 2017-18 റേസറുള്ള വണ്ടി. ഓക്കെ. എത്ര സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓട്ടം ഉണ്ട്? ഇത് 50,000 കിലോമീറ്റർ. 50 ഓടിയിട്ടുള്ളൂ. ഓക്കെ. വണ്ടി സർവീസ് നല്ല വണ്ടി. തട്ടുമുട്ട് തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ. ഉള്ളു പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് ടൈറ്റാനിയാണ്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ പിന്നെ ടൈറ്റാനിയം. ഓക്കെ. ഫുൾ ഓപ്ഷൻ ആണ്. നമ്മൾ 3,500 ചോദിക്കുന്നുണ്ട്. 3,500 ചോദിക്കുന്നുണ്ട്. ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫുള്ള് ലോൺ കൊടുക്കാം. 1 രൂപ ഇല്ലാതെ, ഒരു നയാ പൈസ വേണ്ട. ഫുള്ള് ലോൺ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ഓഫ് റോഡ് വണ്ടി നമുക്ക് നോക്കാം. ഇത് ഏതാ വണ്ടി? ഫോഴ്സിന്റെ ഗൂർക്ക. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2004 മോഡൽ. 2004 മോഡൽ. ഓക്കെ. എങ്ങനെ ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് ഓട്ടോ കാര്യം 1,00,000 കിലോമീറ്റർ. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വണ്ടി എന്ത് പാട്? നല്ല വണ്ടിയല്ല. മെക്കാനിക് പരമായി മെക്കാനിക്കലൊന്നും ഒരു പണിയില്ല. നല്ല വണ്ടിയാണ്. 2004 അല്ല, അത് ചോദിച്ചതാണ്. ഓക്കെ. എത്ര ചോദിക്കണേ? ഇതിന് നമ്മൾ 2,20 ചോദിക്കുന്നുണ്ട്. 2,20 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. എന്തെങ്കിലും കുറച്ചും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു മാരുതി കാർ നോക്കാം. ഇത് എത്ര മോഡലാണ്? ഇത് 2004 മോഡൽ. 2004 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 26 വരെ പേപ്പർ ഉണ്ട് തന്നെ. വണ്ടി എന്ത് കണ്ടീഷൻ കാര്യങ്ങൾ? കണ്ടീഷനൊക്കെ ഫുള്ളാണ്. മെക്കാനിക് പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് കാർപ്പറേറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. AC ഇല്ല. പവർ സ്റ്റിയറിംഗ് ഇല്ല, AC ഇല്ല. ഓക്കെ. എത്ര ചോദിക്കണേ? ഇതിന് നമ്മൾ 38 രൂപ 38 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഈ ഫോഴ്സ് അപ്പോ ഈ ഒരു വണ്ടി കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേന് തലപ്പാറ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തലപ്പാറ കഴിഞ്ഞിട്ടാണ് വീക്കപ്പടിയാ കിട്ടാം. കുളപ്പുറത്തു നിന്നും തലപ്പാറക്ക് ഇടയിലല്ലേ വരുന്നത്. കെൻസ യൂസ്ഡ് കാർസ് ആണ് നമ്മുടെ ഷോറൂമിന്റെ നെയിം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നാനോ കാർ ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2015 മോഡൽ. 2015 മോഡലാണ്. ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി. ഇത് ടിസ്റ്റ് XT ആണ് മോഡൽ. ഓക്കെ. 2 ഡോർ വിൻഡോ, പവർ സ്റ്റാറിംഗ്, AC കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 അടുത്ത് ഓടിയിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് 95 രൂപ കൊടുക്കാം. കുറയില്ല. എന്തെങ്കിലും കുറച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാർ ഇവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.